നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യനും മകളും എത്ര വലിയ കള്ളങ്ങൾ നിരത്തിയാലും കാര്യമില്ല. സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് മാത്യു കുഴൽനാടൻ MLA. സത്യം ജയിക്കും വരെ പോരാടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അതിനുവേണ്ടി എത്ര നാൾ കോടതി കയറി ഇറങ്ങേണ്ടി വന്നാലും അത് ചെയ്തിരിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ നിലവിലത്തെ തീരുമാനം. ഇപ്പോഴിതാ വീണ വിജയൻ ഉൾപ്പെട്ട CMRൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ മകളെ അഴിക്കുള്ളിലാക്കാതെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം. കാരണം മകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടം തന്നെയാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മകളെ രക്ഷിക്കാൻ ഇനി മുഖ്യമന്ത്രിക്ക് ചിലവേറും എന്ന കാര്യവും ഉറപ്പ്. മകൾ സമ്പാദിച്ചതിനേക്കാൾ ഇരട്ടി ചിലവാക്കേണ്ടി വരും എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും വീണയ്ക്ക് കുരുക്കുമുറുകുകയാണ്, മുഖ്യമന്ത്രിക്ക് കുരുക്കുമുറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കഴിഞ്ഞ മെയ് 6-നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്ന ഹർജിക്കെതിരെ അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മാത്യു കുഴൽനാടൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും എന്നതാണ് റിപ്പോർട്ട്. താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടതെന്ന് അപ്പീൽ ഹർജിയിൽ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് പരാതി തള്ളിയതാണ് എന്നും മാത്യു കുഴൽനാടൻ ഹർജിയിൽ വ്യക്തമാക്കി. പരാതി വീണ്ടും പുതിയതായി പരിഗണിക്കാൻ ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജി വിജിലൻസ് കോടതി ഈ കഴിഞ്ഞ മെയ് 6-നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അത് തള്ളുന്നത്. ആരോപണം തെളിയിക്കത്തക്ക തെളിവുകൾ ഇല്ല എന്നതായിരുന്നു അതിൽ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നത്. ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവൊന്നുമില്ല എന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നും വിധിന്യായത്തിൽ പറയുകയായിരുന്നു. കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമെന്ന വാദം ശക്തിപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോടതി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിന് പരാതിക്കാരൻ പരാജയപ്പെട്ടുമെന്നുമെല്ലാം കാണിച്ചുകൊണ്ട് ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതി വിധി വ്യക്തമാക്കുകയായിരുന്നു. CMRലിന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നായിരുന്നു അന്ന് വിജിലൻസ് പറഞ്ഞത്. ഇതിനായി ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLA ഹാജരാക്കിയിട്ടുള്ള ഇ-വേ ബില്ല് അത് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ടെന്നും അതുകൊണ്ട് ഇങ്ങനെയൊരു അന്വേഷണത്തിന് ആവശ്യവുമില്ല എന്നതായിരുന്നു അറിയിച്ചത്. എന്തായാലും CMRൽ നടത്തിയത് 103 കോടി രൂപയുടെ ക്രമക്കേടെന്ന് ചൂണ്ടിക്കാട്ടി ROCയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. SFIOയ്ക്ക് വേണ്ടി ROC റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടുതൽ മുഖ്യമന്ത്രിക്കും മകൾക്കും കുരുക്കുമുറുക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മകളെ രക്ഷിക്കാൻ വേണ്ടി മകൾ ഇപ്പോൾ ഈ ഒരു മാസപ്പടി വിവാദത്തിൽ സമ്പാദിച്ചു എന്ന് കരുതപ്പെടുന്ന 1.72 കോടിക്ക് അപ്പുറത്തേക്ക് ചിലവാക്കേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം ഒരു തലവേദന തന്നെയാണ് എന്നത് ഉറപ്പ്.